ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിത് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്ത് ഒരു അടിപൊളി ഹോം ഡെക്കോർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു അലൂമിനിയം ഫോയിൽ പോലത്തെ ആ ഒരു സാധനമാണ്. ഇനി മുതൽ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും വലിച്ചെറിയരുത്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹോം ഡെക്കോർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് ഒരു 3 സർക്കിൾസ് വെട്ടിയെടുക്കണം. അതും ഡിഫറെൻറ്റ് സൈസസിലുള്ള സർക്കിൾസ് ആയിരിക്കണം കേട്ടോ. നമുക്ക് കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ കോമ്പോസോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഡിഫറെൻറ്റ് സൈസസിലുള്ള 3 സർക്കിൾസ് വെട്ടിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ 3 സർക്കിൾസും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു ടൂളും യൂസ് ചെയ്യാതെ തന്നെ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിരൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ടിട്ട് ആ ഒരു സാധനം നമ്മുടെ വിരലിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഇതേ രീതിയിൽ തന്നെ ബാക്കി 2 സർക്കിൾസ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ 3 സർക്കിൾസും കൂടി ഒന്നിനു മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പം ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിതിൻ്റെ നടുക്ക് വെക്കാനുള്ള ആ പൂമ്പൊടി പോലുള്ളൊരു സാധനം കൂടി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ മെറ്റീരിയൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം സർക്കിൾസ് വെട്ടിയെടുത്തതിൻ്റെ ബാക്കി വന്ന ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് അതിൻ്റെ അറ്റഭാഗം കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ടത് റോൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന ആ ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഞാനൊരു അടിപൊളി ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ 2 ഫ്ലവറും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആദ്യം സർക്കിൾസ് വെട്ടിയിട്ട് ബാക്കി വന്ന ആ ഒരു പീസസ് വെച്ചിട്ട് തന്നെ കുറച്ച് ഇലകളും കുറച്ച് തണ്ടും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ കുറച്ച് ഇലകളും കുറച്ച് തണ്ടും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഇതുപോലത്തെ ഒരു നീളത്തിനുള്ള പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ബലം കുറഞ്ഞ സ്ഥലത്തൊക്കെ വേറൊരു അഡീഷണൽ ഒരു പീസും കൂടെ വെച്ചിട്ട് ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി നമുക്കൊരു ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഫ്രെയിം വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റേപ്ലർ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കാർഡ്ബോർഡും ചാർട്ട് പേപ്പറും മാത്രം വെച്ചിട്ട് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം വെട്ടിയെടുത്തപ്പോൾ ബാക്കി വന്ന കുറച്ച് പീസസിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് പേപ്പറിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് പുല്ല് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നിരത്തി ഒട്ടിച്ചിരിക്കുന്നത്. ഇത് നിന്ന് നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഹാങ് ചെയ്യാനുള്ളൊരു ത്രെഡും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയാൻ വെക്കുന്ന ആ ഒരു സാധനത്തിൽ നിന്നാണ് ഇതുപോലത്തെ ഒരു
അടിപൊളി വാൾ ഡെക്കോർ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ആയിട്ട് റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ.